ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. LGS എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഉത്തരം 1924. കേരള സിംഹം എന്ന കൃതി രചിച്ചതാര്? ഉത്തരം സർദാർ KM പണിക്കർ. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം പ്ലേഗ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം ഏത്? ഉത്തരം ട്രോപ്പോസ്ഫിയർ. ഐക്യരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം 1945 ഒക്ടോബർ 24. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ഭാരതം വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഉത്തരം അയ്യങ്കാളി. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചതാര്? ഉത്തരം CV രാമൻപിള്ള. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കേരളീയൻ ആര്? ഉത്തരം സർ C ശങ്കരൻ നായർ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഉത്തരം 1809 ജനുവരി 11. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. ഹിമാലയൻ നദികളിൽ പെടാത്തത് ഏത്? ഉത്തരം കാവേരി. സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പഞ്ചാബ്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ചൊവ്വ. നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇറ്റലി. മനുഷ്യർ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഏത്? ഉത്തരം ചെമ്പ്. മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം? ഉത്തരം 1761. ഭാരതത്തിന്റെ ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആര്? ഉത്തരം സ്വാതി തിരുനാൾ. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആര്? ഉത്തരം ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് എന്ന്? ഉത്തരം 2013 ജൂലൈ 15. ഒറീസ സംസ്ഥാനത്തിന്റെ പുതിയ പേര് എന്ത്? ഉത്തരം ഒഡീഷ. ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഏത്? ഉത്തരം റാഞ്ചി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. ജോഗ് വെള്ളച്ചാട്ടം ഏതു സംസ്ഥാനത്തിലാണ്? ഉത്തരം കർണാടക. അജന്ത ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം മഹാരാഷ്ട്ര. അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഒക്ടോബർ 2. സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം? ഉത്തരം 1950 ജനുവരി 26.
റഷ്യൻ നാണയം തന്നിരിക്കുന്നതിൽ റഷ്യൻ നാണയം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം റൂബിൾ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം നടപ്പിലാക്കിയത് ആര്? ഉത്തരം CP രാമസ്വാമി അയ്യർ. ൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണ്? ഉത്തരം മലയാളം. മിതവാദി പത്രത്തിന്റെ പത്രാധിപർ ആര്? ഉത്തരം C കൃഷ്ണൻ. മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ ആര്? ഉത്തരം GP പിള്ള. മലബാർ കലാപത്തോടനുബന്ധിച്ചുണ്ടായ ദുരന്ത സംഭവം ഏത്? ഉത്തരം വാഗൻ ട്രാജഡി. പാർലമെന്റിന്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം രാജ്യസഭ. 2013 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം MK സാനു. ശ്രദ്ധിക്കുക, ഇപ്രാവശ്യം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് 2023 2024 എഴുത്തച്ഛൻ പുരസ്കാരങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഡോക്ടർ SK വസന്തൻ ആണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം? ഉത്തരം 1949 ജൂലൈ 1. തെങ്ങിന്റെ ശാസ്ത്രനാമം? ഉത്തരം കൊക്കോസ് ന്യൂസിഫറ. മ്യാൻമറിലെ ജനാധിപത്യ പോരാളി ആര്? ഉത്തരം ഓങ് സാൻ സൂക്കി. കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? ഉത്തരം മിഴാവ്. ഹോമിയോപ്പതിയുടെ പിതാവ് ആര്? ഉത്തരം സാമുവൽ ഹനിമാൻ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏത്? ഉത്തരം കണിക്കൊന്ന. കശുവണ്ടി കേരളത്തിൽ കൊണ്ടുവന്നത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ശ്രദ്ധിക്കുക, ഉത്തരം ബാൻ കി മൂൺ ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ പഠിക്കേണ്ടത് 2024, അതായത് പ്രസന്റ് ആരാണെന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം നൽകിയതാര്? ഉത്തരം ശ്രീനാരായണ ഗുരു. വിശ്വനാഥൻ ആനന്ദ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചെസ്. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഉത്തരം K അയ്യപ്പൻ. മാൽഗുഡി ഡേയ്സിന്റെ രചയിതാവ് ആര്? ഉത്തരം RK നാരായണൻ. റേഡിയം എന്ന മൂലകം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം മാഡം ക്യൂറി. താഴെ പറയുന്നവയിൽ ഡച്ചുകാരുടെ സംഭാവന ഏത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തരം മിഹിർ സെൻ. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന് എത്ര അരക്കാലുകൾ ഉണ്ട്? ഉത്തരം 24. അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം അമർത്യ സെൻ. അപ്പക്കാരത്തിന്റെ രാസനാമം എന്ത്? ഉത്തരം സോഡിയം ബൈകാർബണേറ്റ് അഥവാ NaHCO3. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്ത്? ഉത്തരം ഡെസിബൽ. പമ്പരം കറങ്ങുന്നത്?
ഉത്തരം ഭ്രമണചലനം മൂലം. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എന്ത്? ഉത്തരം 7. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം അസറ്റിക് ആസിഡ്. ടാൽക്കം പൗഡറിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തു ഏത്? ഉത്തരം മഗ്നീഷ്യം സിലിക്കേറ്റ്. സൂപ്പർസോണിക് വിമാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഉത്തരം ടൈറ്റാനിയം. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു മൂലകം ഏത്? ഉത്തരം നൈട്രജൻ. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ക്വാഷിയോർക്കർ. താഴെ പറയുന്നവയിൽ അത്യുൽപാദനശേഷിയുള്ള ഒരു നെല്ലിനം ഏത്? ഉത്തരം അന്നപൂർണ. ആരുടെ ജന്മദിനമാണ് ലോക മൃഗക്ഷേമ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഫ്രാൻസിസ് അസീസി. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം 24. സൂപ്പർ ബഗ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ബാക്ടീരിയ. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഉത്തരം ജീവകം കെ. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത്? ഉത്തരം ആർട്ടിക് ടേൺ. ടൈം മെഷീൻ എന്ന ശാസ്ത്രകൃതിയുടെ കർത്താവ് ആര്? ഉത്തരം H.G. വെൽസ്. താഴെ പറയുന്നവയിൽ കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗം ഏത്? ഉത്തരം ചിക്കൻ ഗുനിയ. കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? ഉത്തരം റബ്ബർ മരം. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വാച്ച് ചെയ്യണം. 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ ഡി, 83 ഓപ്ഷൻ സി, 84 ഓപ്ഷൻ എ, 85 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ ഡി, 87 ഓപ്ഷൻ എ, 88 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം 89 ഓപ്ഷൻ ബി, 90 ഓപ്ഷൻ ഡി, 91 ഓപ്ഷൻ എ, 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ ബി, 94 ഓപ്ഷൻ എ, 95 ഓപ്ഷൻ സി, 96 ഓപ്ഷൻ ഡി, 97 ഓപ്ഷൻ എ, 98 ഓപ്ഷൻ ബി, 99 ഓപ്ഷൻ ഡി, 100 ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.